അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഓരോരുത്തരെയും യുദ്ധത്തിൻ്റെ സമയത്ത് കാണുമ്പോൾ അവരെ പേര് വിളിച്ചുകൊണ്ട് പോരാട്ടത്തിന് പ്രചോദിപ്പിക്കുന്ന രംഗം ചരിത്രങ്ങൾ പറയാം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആ രംഗം അനുസ്മരിക്കുന്നുണ്ട്. അവസാനം രക്തസാക്ഷിയാവുകയാണ്. രക്തസാക്ഷിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് 80-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പല അവയവങ്ങളും ഛേദിച്ചു കളഞ്ഞിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി വന്ന് വിരലിലുള്ള അടയാളങ്ങൾ നോക്കിയിട്ടാണ് ഇത് അനസ് ബിൻ നദറിൻ്റെ മയ്യിത്താണ്, രക്തസാക്ഷിയായ മയ്യിത്താണെന്ന് സ്ഥിരീകരിക്കുന്നത്. അത്രമേൽ അംഗച്ഛേദം ചെയ്യപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വർഗത്തിനു വേണ്ടി ജീവിച്ച് സ്വർഗത്തിനു വേണ്ടി പോരാടി സ്വർഗം കിനാവ് കണ്ട് നടന്ന ഒരു സഹാബിയായിരുന്നു അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിലെ സ്ഥൈര്യം, ധീരത, തൻ്റെ ഇടം, ഇതൊക്കെ ചരിത്രത്തിൽ എല്ലാ കാലത്തും സ്മരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, അതേപോലെ ഒരു അനസിനെ നമ്മൾ ഇപ്പോൾ സമീപകാലങ്ങളിൽ കണ്ടു. അത് ഗസയിലാണ്. ഗസയിൽ ഏകദേശം 100 കണക്കിന് പത്രപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ധാരാളം കൊല ചെയ്യപ്പെട്ടു. ധാരാളം ഹോസ്പിറ്റലുകൾ തകർത്തു. ധാരാളം സ്കൂളുകൾ, ഖുർആൻ പാഠശാലകൾ, പള്ളികൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കുകയാണ്. അങ്ങനത്തെ ഒരു സമയത്ത് അനസ് ജമാൽ അഷരീഫ് എന്ന് പറയുന്ന അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന് സഹപ്രവർത്തകർ മെസ്സേജ് അയക്കുകയാണ്. നിങ്ങൾ ഗസയിൽ നിന്ന് പുറത്തു പോകണം, ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ വരണം, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ സമയത്ത് മഹാനായ അനസ് ബിൻ നദർ യുദ്ധത്തിൽ സഹാബികളെല്ലാം നിരാശരായിരുന്ന സമയത്ത് ഇന്നീല അജിദു റിയഹൽ ജന്ന എന്ന് പറഞ്ഞ അതേ മറുപടിയാണ് ലൻ അഖ്റുജ മിൻ ഗസ്സ ഇല്ല ഇലൽ ജന്ന. ഞാൻ ഗസയിൽ നിന്ന് സ്വർഗത്തിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും പോവില്ല എന്നാണ് അനസ് ജമാൽ ഷരീഫ് ചരിത്രത്തിൽ അനസ് ബിൻ നദറിനെ ഓർമ്മിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ധീരതയും സൗമ്യതയും ഒത്തിണങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ, ആളുകൾക്കെല്ലാം ഇടപഴകുന്നവർക്കെല്ലാം നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചരിത്ര പുരുഷനാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു.